നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്രിവർണ്ണ ചാരുതയിൽ എങ്ങും സ്വാതന്ത്ര്യ ദിനാഘോഷ മാധുര്യം. ശക്തമായ മഴയിലും ആവേശം ചോരാതെ ആഘോഷ പരിപാടികൾ. വിഭജനമല്ല ഐക്യമാണ് രാജ്യത്തിന് ആവശ്യമെന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട് കോട്ട മൈതാനത്ത് വർണ്ണാഭമായ സ്വാതന്ത്ര്യദിന പരേഡ്. തൃശൂർ ജില്ലാ ആസ്ഥാനത്ത് മന്ത്രി R ബിന്ദു ദേശീയ പതാക ഉയർത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് BJPയുടെ B ടീമായി അധപതിച്ചിരിക്കുകയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA. വോട്ടുകൊള്ളയ്ക്കെതിരെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് അഞ്ചുവിളക്കിൽ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക്. വാർത്തകൾ വിശദമായി. വിഭജനമല്ല ഐക്യമാണ് രാജ്യത്തിന് ആവശ്യമെന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട് കോട്ട മൈതാനത്ത് 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സല്യൂട്ട് സ്വീകരിച്ച സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. വർണ്ണാഭമായ പരിപാടികളോടെയാണ് പാലക്കാട് കോട്ട മൈതാനിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത്. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി MP രാജേഷ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ദേശീയഗാനം ആലപിക്കുമ്പോൾ യൂണിഫോമുള്ള എല്ലാ സേനാംഗങ്ങളും സല്യൂട്ട് ചെയ്തു. മറ്റുള്ളവർ ആദര സൂചകമായി എഴുന്നേറ്റ്. വിഭജനമല്ല ഐക്യമാണ് രാജ്യത്തിന് വേണ്ടതെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു. മതരാഷ്ട്ര സങ്കല്പങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും ജനാധിപത്യം സംരക്ഷിക്കാൻ മത സാമൂഹിക സാംസ്കാരിക യോജിപ്പുകൾ അനിവാര്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഐക്യവും അഖണ്ഡതയുമാണ് രാജ്യത്തിൻ്റെ ശക്തി. ഭിന്നിപ്പിനെയും അതുവഴിയുള്ള മുതലെടുപ്പുകളെയും അകറ്റി നിർത്താൻ കഴിയണം. ശാസ്ത്രവേഗതയെ തോൽപ്പിക്കുന്ന മതാന്ധതയെ ചെറുക്കാൻ കഴിയണം. രാജ്യത്തിനകത്ത് ശിഥിലീകരണ പ്രവർത്തനങ്ങൾ നടത്തിയവരെ ഒറ്റപ്പെടുത്തിയും ചെറുത്തുമാണ് സ്വാതന്ത്ര്യം നേടാനായത്. പുരോഗമനവും പുരോഗതിയും തിരിച്ചറിയാനും പ്രവർത്തിക്കാനുമുള്ള ഊർജമാവണം സ്വാതന്ത്ര്യ ദിനാഘോഷമെന്നും മന്ത്രി പറഞ്ഞു. മതനിരപേക്ഷതയും ജനാധിപത്യവും പരസ്പര പൂരകമാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല. മത നിരപേക്ഷമല്ലാത്ത രാജ്യങ്ങൾ, മതാധിഷ്ഠിതമായ രാജ്യങ്ങൾ, അവിടെയൊന്നും ജനാധിപത്യം പുറന്നിട്ടില്ല എന്നത് നമുക്കും പ്രധാനപ്പെട്ട ഒരു ചരിത്ര പാഠമാണ്. ഇന്ന് മതനിരപേക്ഷത നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മതരാഷ്ട്രവാദത്തിന്റെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ, സമത്വവും നീതിയും സാഹോദര്യവും പുലരണമെങ്കിൽ മതനിരപേക്ഷത നമുക്ക് സംരക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട്. കനത്ത മഴയെ കൂസാതെയായിരുന്നു പാലക്കാട്ട് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. പരേഡിൽ പോലീസ്, എക്സൈസ് ഉൾപ്പെടെ വിവിധ സേനാ വിഭാഗങ്ങളുടെയും സിവിൽ ഡിഫൻസ്, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയവയുടെയും 29 പ്ലാറ്റൂണുകൾ അണിനിരന്നു. തൃത്താല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് ഗോപി പരേഡ് കമാൻഡറായി. ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് റിസർവ് സബ് ഇൻസ്പെക്ടർ KN ജയൻ സെക്കൻഡ് ഇൻ കമാൻഡറായിരുന്നു. രാവിലെ 8:30 പാലക്കാട് RDO K മണികണ്ഠൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കലക്ടർ മാധവിക്കുട്ടി, ജില്ലയിലെ MP മാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള തൃശൂർ ജില്ലാ പരിപാടികൾ തേക്കിൻകാട് മൈതാനത്ത് നടന്നു. തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു ദേശീയ പതാക ഉയർത്തി. കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം. ആംഡ് റിസർവ് പോലീസ്, സിറ്റി ലോക്കൽമെൻ, റൂറൽ ലോക്കൽമെൻ, സിറ്റി റൂറൽ ലോക്കൽ വുമൺ, എക്സൈസ്, ഫോറസ്റ്റ് സിവിൽ ഡിഫൻസ്, 23 KNCC, 24 KNCC, 7 KNCC, SPC സിറ്റി ബോയ്സ്, SPC റൂറൽ ബോയ്സ്, SPC സിറ്റി ഗേൾസ്, SPC റൂറൽ ഗേൾസ് എന്നീ വിഭാഗങ്ങളുടെ പരേഡ് നടന്നു. തുടർന്ന് മന്ത്രി R ബിന്ദു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്വതന്ത്രമായ ജീവിതവും എല്ലാവർക്കും ഉറപ്പുകൊടുക്കുക എന്നുള്ളത് ജനാധിപത്യപരമായി
തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആ നിലയിൽ സൗഹാർദ്ദപൂർണമായ സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകാനും ഉന്നതമായ മാനവികതാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഊർജ്ജവൻ ജനാധിപത്യ സങ്കല്പനം പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന വിധത്തിൽ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. നഗരസഭാ കാര്യാലയത്തിൽ ചെയർമാൻ MK ജയപ്രകാശ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ ഗീതത്തോടെയാണ് നഗരസഭാ കാര്യാലയത്തിൽ നഗരസഭാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ തുടങ്ങിയത്. ചെയർമാൻ MK ജയപ്രകാശ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷ സന്ദേശം നൽകി. ഏതാണ്ട് നൂറ്റാണ്ടുകൾ നമ്മുടെ രാജ്യത്തെ അടക്കി പോകുന്ന ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരായി രാജ്യമെമ്പാടും ഉയർന്നു വന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ. ആ പ്രക്ഷോഭങ്ങളെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന ഒറ്റ മുദ്രാവാക്യം അതിന് പിന്നിൽ ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോയിട്ടുള്ള മഹാത്മാഗാന്ധി ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിൽ അധികകാലം ജീവിക്കാൻ സാധിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ, SPHI KT വിനോദ് കുമാർ, JHI ലിഷാസി ജോർജ്, CT ദിവ്യ റാണി, രശ്മി സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണം നടന്നു. നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, കണ്ടിജന്റ് ജീവനക്കാർ, ഹരിതകർമ്മസേന, അമൃതമിത്രം വർക്കേഴ്സ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വ മിഷൻ ഹർ ഘർ തിരങ്ക, ഹർ ഘർ സ്വച്ഛതാ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയിൽ സെൽഫി പോയിന്റ്, ക്യാൻവാസിൽ ത്രിവർണ്ണ കളർ ക്യാമ്പയിൻ എന്നിവയുമുണ്ടായി. സ്വാതന്ത്ര്യദിനാഘോഷ റാലിയും സംഘടിപ്പിച്ചു. ഷൊർണൂരിലെ മറ്റ് വിവിധ കേന്ദ്രങ്ങളിലും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കവളപ്പാറ AUP സ്കൂളിൽ 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ഗാന്ധി പ്രതിമ അനാച്ഛാദനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ദേശീയ പതാക ഉയർത്തിയ ശേഷം ചെയർമാൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മഹാത്മാഗാന്ധിയെ പോലെയുള്ള ലോക ശ്രദ്ധയാകർഷിച്ച ഉജ്ജ്വലനായിട്ടുള്ള അഹിംസാ സമരത്തിലൂടെ രാജ്യത്ത് ശ്രദ്ധേയമായ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയുടെ പൈതൃകം ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സ്മരിക്കേണ്ടതുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ വളരെ ലളിതമായ ജീവിതവും അതോടൊപ്പം തന്നെ നാടിന് മാതൃകയുമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം അത് സംരക്ഷിക്കാൻ കോളനി വാഴ്ചയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ജനങ്ങളെ അണിനിരത്താൻ 2024-25 വർഷത്തെ PTA-യും മാനേജ്മെന്റും ചേർന്നാണ് സ്കൂൾ അങ്കണത്തിൽ ഗാന്ധി പ്രതിമ നിർമ്മിച്ചത്. ശില്പി കവളപ്പാറ സ്വദേശി VP രാഗേഷിനെ ചടങ്ങിൽ ആദരിച്ചു. കൗൺസിലർ KS ശോഭന അധ്യക്ഷയായിരുന്നു. പ്രധാനാധ്യാപിക KP സരസ്വതി, E രാജഗോപാൽ, M ചിത്ര, PK മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും തുടർന്ന് തോൽപ്പാവക്കൂത്ത് അവതരണവുമുണ്ടായി. ഷൊർണൂർ NSS കരയോഗത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. കരയോഗം പ്രസിഡന്റ് P നാരായണൻ പതാക ഉയർത്തി. സെക്രട്ടറി A വിജയൻ, ഖജാൻജി KP രാധാകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു, PM സേതുമാധവൻ, M രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മധുരപലഹാര വിതരണവും നടന്നു. ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് AT രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി VR സതീശൻ, KJ മൈക്കിൾ, CM അംബിക, NV വിനോദ്, ഉണ്ണി പാണ്ടത്ത്, KK ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KSSPU ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. ഷൊർണൂർ പെൻഷൻ ഭവനിൽ പ്രസിഡന്റ് TK ഭാസ്കരൻ ദേശീയ പതാക ഉയർത്തി.
ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജില്ലാ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ, പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ, സെക്രട്ടറി ES കൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CN ഭവദാസൻ ഉണ്ണി മാസ്റ്റർ, ഏരിയ സെക്രട്ടറി KO ജോസഫ്, ഇന്ദിര, പ്രേമ, രാജാമണി, അശോകൻ, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ഗാനാലാപനത്തോടെ ആഘോഷ പരിപാടികൾ സമാപിച്ചു. തുടർന്ന് മിഠായി വിതരണവും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 79ാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി മേഖലയിൽ വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ SI AR നിഖിൽ പതാക ഉയർത്തി. ചടങ്ങിൽ SI ജലാമുദ്ദീൻ, അഡീഷണൽ SI അജിത്, കമറുദ്ദീൻ, ജയകുമാർ, സ്റ്റേഷൻ റൈറ്റർ ലിജോ, മറ്റ് സഹപ്രവർത്തകരും പങ്കെടുത്തു. അതിൻ്റെ ഭാഗമായി നമ്മൾ ദേശീയ പതാക ഉയർത്തി മധുരപതാകങ്ങൾ വിതരണം ചെയ്തു. സമീപത്തുള്ള കടയിലൊക്കെ നമ്മൾ മിഠായികളും മധുരപതാകങ്ങളും വിതരണം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വട്ടത്തെ നമ്മുടെ ആഗസ്റ്റ് 15 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയാ ഭാരത് എന്നാണ്. നയാ ഭാരത്, അതായത് 2047 കൂടി സാമ്പത്തികവും സുസ്ഥിരമായ ഒരു ഭാരതം. അതാണ് ഈ വട്ടത്തെ ആഗസ്റ്റ് 15 മുദ്രാവാക്യം. സ്റ്റേഷൻ പരിസരത്തെ യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും മധുര വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ കോട്ടായി മേഖലയിൽ വിവിധ പരിപാടികളോടെ നടന്നു. കോരിച്ചൊരിയുന്ന മഴയത്തും മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ വിവിധ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. കോട്ടായി ഓടന്നൂർ വലിയ പറമ്പിൽ ഹോളി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ VP സുലൈമാൻ പതാക ഉയർത്തി. NP ഷാഹുൽ ഹമീദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഒരു സങ്കല്പത്തിൽ അതിനുവേണ്ടി യത്നിക്കുന്ന, ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഭിന്നമായിട്ട് വൈവിധ്യങ്ങളെ തച്ചുടച്ച് BA അൻസാർ, BMA റസാഖ്, ഹംസപ്പ എന്നിവർ സംസാരിച്ചു. മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. കോട്ടായി അയ്യങ്കുളം ജംഗ്ഷനിൽ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മോഹൻ കോട്ടായി പതാക ഉയർത്തി. NP ഷാഹുൽ ഹമീദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. KM സലാം, മുത്തലിബ്, KMA അസീസ്, AP അഷറഫ്, VP ജലീൽ, B ഷംസുദ്ദീൻ, അൻസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് BJPയുടെ B ടീമായി അധപതിച്ചിരിക്കുകയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ്. വോട്ടുകൊള്ളയ്ക്കെതിരെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PC വിഷ്ണുനാഥ് MLA. ഭീകരമായ വോട്ടുകൊള്ള സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നിട്ടും പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ പ്രതികരിക്കാത്തത് സംശയാസ്പദമാണെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. വോട്ട് തിരിമറിയും കൊള്ളയും നടന്നുവെന്ന് ചില BJP നേതാക്കൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. സംഘപരിവാറിനെതിരെ എന്ന് ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതിൽ ആശ്ചര്യമില്ല. BJPക്കാർ തട്ടിപ്പ് പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് CPM. ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടമെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. അഞ്ചുവിളക്കിൽ നിന്ന് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു മാർച്ച്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, ജനറൽ സെക്രട്ടറിമാരായ C ചന്ദ്രൻ, KA തുളസി, മുൻ MP രമ്യ ഹരിദാസ്, UDF കൺവീനർ P ബാലഗോപാൽ, സുമേഷ് അച്യുതൻ, V രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൃഷി നശിപ്പിക്കാൻ എത്തുന്ന പക്ഷികളെ പറപ്പിക്കുന്ന ഹൈടെക് വിദ്യയുമായാണ് തൃശൂരിൽ ഒരു കർഷകന്റെ കൃഷി. മാന്നാമംഗലം കട്ടിംഗ് സ്വദേശി എഴുപ്പുള്ളിയിൽ ദാസ് വർഗീസാണ് പുത്തൻ ആശയവുമായി രംഗത്ത് വന്നത്. ഓണവിപണി ലക്ഷ്യം വെച്ച് നടത്തുന്ന പാവൽ കൃഷിയിലാണ് ഹൈടെക് വിദ്യയുടെ ആദ്യ പരീക്ഷണം. പാവൽ കൃഷി നശിപ്പിക്കാനെത്തുന്ന പക്ഷികളെ തുരത്താനായി പടക്കം പൊട്ടിക്കൽ നടത്താറുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമല്ല. പടക്കം പൊട്ടിച്ച ശേഷം കർഷകൻ കൃഷിസ്ഥലത്ത് നിന്ന് മാറിയാൽ ഉടൻ പക്ഷിക്കൂട്ടം പാവൽ തോട്ടത്തിൽ പറന്നിറങ്ങും.
വ്യാപകമായി പാവയ്ക്ക കൊത്തി നശിപ്പിക്കും. ഇത്തരത്തിൽ നശിപ്പിക്കുന്ന പാവയ്ക്ക വിപണിയിൽ വിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതുമൂലം കർഷകന് ഒരു ദിവസം 25 കിലോയോളം പാവയ്ക്കയാണ് നഷ്ടം വരുന്നത്. ഇത് പരിഹരിക്കാനാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഡിവൈസ് വാങ്ങിയത്. ഉയർന്ന ശബ്ദത്തിൽ ഡിവൈസ് പ്രവർത്തിക്കുന്നതോടെ സമീപത്തെ പക്ഷികളെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് പറക്കും. ഒരു തവണ ചാർജ് ചെയ്താൽ 4 മണിക്കൂർ വരെ ഇത് പ്രവർത്തിക്കും. പക്ഷികൾ കൂടുതലായി എത്തുന്ന രാവിലെ 6 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയുമാണ് ഈ ഡിവൈസ് പ്രവർത്തിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ പക്ഷികളൊന്നും തന്നെ കൃഷിസ്ഥലത്ത് എത്തുന്നില്ലെന്നും തൻ്റെ ആദ്യ പരീക്ഷണം വിജയം കണ്ടുവെന്നും ദാസ് വർഗീസ് പറഞ്ഞു. തത്തയുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ചെയ്തപ്പോൾ ഇത് വെച്ച് പിന്നെ കുറേ ഇന്ന് വന്നിട്ടില്ല. ഇപ്പോൾ ഇത്ര നാളും പടക്കം പൊട്ടിക്കായിരുന്നു. ഡെയിലി 2-3 നേരം വെച്ച് പടക്കം പൊട്ടിക്കായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ മാറി കഴിയുമ്പോൾ പോരും. ഇത് ചെറിയ കായമ്മൽ വരെ കൊത്തുക. നേരത്തെ വലിയ ഇത് കുരു തിന്നാൻ വേണ്ടിയിട്ടാണ് കൊത്തണതേ. അപ്പോൾ ആദ്യം വലിയ കായലെ കൊത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ചെറിയ കായലും കൊത്തുക. അത് ഒരു കൊത്തിയാൽ പിന്നെ മാർക്കറ്റിൽ എടുക്കില്ല, ഒരു സ്ഥലത്ത് ചിലവാവില്ല. അത് കാരണം ഒരു 10-25 കിലോ ഡെയിലി കളയും. അതിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ മടുത്തയക്കത് ചെയ്തേക്കണേ. ഇതിപ്പോൾ ഇന്ന് വെച്ചിട്ട് വെച്ചതൊന്നാ ഇന്ന് ഇതുവരെ വന്നിട്ടില്ല തത്ത. ഇനിയിപ്പോൾ വാഹനങ്ങളിൽ മീൻ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നവർ ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും കൃഷിയിടത്തിലെ പരീക്ഷണം ഇതാദ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ചെറുതുരുത്തി സിദ്ധി വിനായക ക്ഷേത്രത്തിൽ മഹാ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ജയരാജൻ, കുഞ്ഞുണ്ണി, രാജ്കുമാർ, പുഷ്പരാജൻ, സുരേഷ്, ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. വാണിയംകുളം പുലാച്ചിത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രാമായണ പാരായണ മത്സരം നടന്നു. രാവിലെ 9:30-ക്കാണ് മത്സരം ആരംഭിച്ചത്. പാരായണ മത്സരത്തിന് ശേഷം പുലാച്ചിത്ര വനിതാവേദിയുടെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. രാമായണ കഥ ആസ്പദമാക്കിയായിരുന്നു തിരുവാതിരക്കളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്രിവർണ്ണ ചാരുതയിൽ എങ്ങും സ്വാതന്ത്ര്യ ദിനാഘോഷ മാധുര്യം. ശക്തമായ മഴയിലും ആവേശം ചോരാതെ ആഘോഷ പരിപാടികൾ. വിഭജനമല്ല, ഐക്യമാണ് രാജ്യത്തിന് ആവശ്യമെന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട് കോട്ട മൈതാനത്ത് വർണ്ണാഭമായ സ്വാതന്ത്ര്യദിന പരേഡ്. തൃശൂർ ജില്ലാ ആസ്ഥാനത്ത് മന്ത്രി R ബിന്ദു ദേശീയ പതാക ഉയർത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് BJPയുടെ B ടീമായി അധപതിച്ചിരിക്കുകയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA. വോട്ടുകൊള്ളയ്ക്കെതിരെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് അഞ്ചുവിളക്കിൽ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.